എല്ലാവരും ഇപ്പോൾ പറയാറുള്ള ഒരു ഒരു വേർഡാണ് മീ ടൈം. എനിക്ക് മീ ടൈം വേണം, എനിക്ക് മീ ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേൾക്കാറില്ലേ. എന്താണ് ഈ മീ ടൈം എന്ന് പറയുന്നത്? നമുക്ക് നമ്മളെ തന്നെ അറിയാനും നമ്മളെ സ്വന്തം ബോഡീനെയും മൈൻഡിനും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് മീ ടൈം ആയിട്ട് പറയുന്നത്. ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുക, എന്തൊക്കെ ഇനി ചെയ്യാമെന്നുള്ളത് ആലോചിക്കുക, അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ തന്നെ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു മീ ടൈം. അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോബുണ്ട്, ആഴ്ചയിൽ എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ട്. ഓൾമോസ്റ്റ് ഞായറാഴ്ചയാണെങ്കിലും വേറെ എന്തെങ്കിലും വർക്കുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു യാത്ര പോകാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. കുറേ പേർക്ക് ഹോബീസ് ഉണ്ട്, ഹോബീസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് സമയമില്ലാത്തൊരു ലോകത്ത് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കാണ്, സൂചികയായിട്ട് നമുക്ക് എടുക്കാം. ഇനിയുള്ള കാലം അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ, പൈസ കൊടുത്താലും കിട്ടാൻ വിലമതിക്കാൻ ആവാത്തൊരു വിഷയം നമ്മുടെ സമയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് നല്ലൊരു ന്യൂമോണിയ ആയിട്ട് അന്ന് അഡ്മിറ്റ് ആയതാണ്. പക്ഷേ ആ പേഷ്യൻറ്റിന് ഇത്ര വലിയൊരു അസുഖം വന്ന് ബാധിച്ച് ഞാൻ കിടപ്പിലായെന്നുള്ളതിന് ഒരു വിഷമത്തിനെക്കാട്ടിലുപരി എനിക്ക് വലിയൊരു എക്സാം ഉണ്ട് അടുത്തൊരു കമ്മിങ് ഡേയ്സിൽ. ആ വലിയൊരു എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ചിട്ടുള്ളൊരു വിഷമമായിരുന്നു. അയാൾ അത്രയും വർഷം സ്വന്തം ഹെൽത്തിനെ തീരെ പരിഗണിക്കാതെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉള്ളൊരു പ്രശ്നമായിട്ടാണ് ആ ഒരു ന്യൂമോണിയ വന്നത്. ന്യൂമോണിയ മാത്രമല്ല, വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കൂടെ അയാൾക്ക് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഡയബറ്റീസ്, പിന്നെ വേറെ കുറച്ച് കൊളസ്ട്രോളിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മൾ അവിടെ നിന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പം അവസാനം ഞാൻ ആ പേഷ്യൻറ്റിന് കുറച്ച് സമയം എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെയാണ്, അതിൻ്റെ ഗൗരവം കുറച്ച് കാര്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചപ്പോഴാണ് പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. താൻ ഇത്രയും സ്വന്തം ശരീരത്തിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അവഗണിച്ചുകൊണ്ടായിരുന്നു ഇത്ര കാലം ജീവിച്ചതെന്നുള്ളത് അവസാനം അയാൾക്ക് മനസ്സിലായി. അപ്പം ഈ മീ ടൈം എന്ന് പറയുന്നത് നമുക്ക് റിജുവിനേറ്റ് ചെയ്യാനും സ്വന്തം ബോഡിക്ക് ഹീൽ ചെയ്യാനും പല സൈക്കോളജിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ഇഷ്യൂസും ഉണ്ട്. ആ മെൻ്റൽ ഇഷ്യൂസിനെയും ബോഡി ഇഷ്യൂസിനെയൊക്കെ ഹീൽ ചെയ്യാൻ കിട്ടുന്നൊരു ടൈമും കൂടെയാണ് ഈ മീ ടൈം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവരും കുറച്ച് സമയം അവനവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുക, മാറ്റിവെക്കുക. സ്വന്തം ഫാമിലീസും ഫ്രണ്ട് സർക്കിളും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അത് വലിയൊരു പോസിറ്റീവായിട്ട് മാറും, ഉറപ്പാണ്.